ഹലോ ഗൈസ്, ഞാൻ നിന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ ഒറ്റക്കല്ല പോകണം. ഇന്റെ ഇപ്പത്തെ ഈ പുഴുവുണ്ട്. ഇനി നമ്മൾ വേറൊരു പുഴുവിനെ എടുക്കാൻ വേണ്ടി ഓന്റെ പെരീക്ക് പോവാണ്. ആ പുഴുവാണ് ഈ പുഴു. ഇന്റെ മുഖം വെളുത്തിട്ട് പാരിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ കിട്ടിയ വെള്ളം കൊണ്ട് അവിടെ തന്നെ മുഖം കഴിക്കും. ഇനിയിപ്പോ ഞാൻ ചൊറുക്കായിട്ട് ഓലിക്കാർക്ക് ഒരു കുറച്ചിൽ വേണ്ട. പിന്നെ അവിടെ നമ്മൾ മൂന്നാളും കൂടിയാണ് പോകും. അവിടെ എത്തിയപ്പോ നമ്മൾ ചെറുക്കന്റെ അനിയനെ കണ്ടു. ഓനോട് ഒരു സലാമാണ് പറഞ്ഞു. നമ്മളവിടെ എത്തിയതും സജീർ പാറിപ്പറക്കാൻ തുടങ്ങി. വാച്ചിലായിട്ട് വാച്ചിന്റെ സ്ട്രാപ്പ് മാത്രം കെട്ടി നടക്കാൻ ഈ മോയന്ത് ഇടക്ക് ഇങ്ങനെ ഓരോ കാട്ടിക്കൂട്ടലാണ്. നമ്മളവിടെ എത്തിയതും പുതിയാപ്പിള ഇങ്ങോട്ട് പോരാ. എന്തായാലും നമ്മളോടോ സലാം. പുതിയാപ്പിള പോണ വണ്ടി അപ്പൊ നിങ്ങൾ കാണുന്നത് ഏതാ സെറ്റപ്പ്. എന്തായാലും പറച്ചോന്റെ പറക്കത്തോണ്ട് പോലീസ് പിടിച്ചാത്ത മണ്ഡപത്തിലുണ്ട്. അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളാണ്ട് കുടിച്ചു. വരുന്ന എൻട്രി കിട്ടിയില്ലാണ്ട് ചെറുക്കനെ പിടിച്ചിട്ട് വീണ്ടും വണ്ടി കണ്ട് ഇന്നെ കൂട്ടാതെ നിങ്ങൾ ആരും ഫോട്ടോ എടുക്കൂല പറഞ്ഞിട്ട് സജീർ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉള്ളിക്ക് കയറി. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുമ്പോ സജീർ മാത്രം അത് അവിടെ പോയിരിക്കും. നോക്കുമ്പോ അതാ സ്റ്റേജിൽ നിന്ന് ഒരു കാക്ക പ്രസംഗിച്ചു. ഇത് അറിഞ്ഞിക്കാണെങ്കിൽ ഇപ്പൊ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ വരിക. എന്നാ പിന്നെ അതാണ്ട് കയ്യട്ടെ വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇവിടെ ഒരാൾ സ്കാനിങ്ങും ECG ഒക്കെ നടത്തുന്നു. സ്റ്റേജിലാണെങ്കിൽ നിക്കാവും കാക്കാന്റെ സെൽഫി. ഇനി നിങ്ങൾ കാണാൻ പോണതാണ് പെണ്ണിന്റെ പരക്കാരെ വരുവാ. നമ്മളെ ചെറുക്കൻ നൗഫലാണെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഇങ്ങോട്ട് ബാ എന്ന് പറഞ്ഞ് വിളിച്ചു. ഇനിയാണ് നമ്മളെ കുറച്ച് വെറുപ്പിക്കല്. ഇനി അത് കാണാൻ നമുക്ക്. എന്തായാലും ഓൻ ആള് മാന്യനാണ്. ഓന്റെ എല്ലാ ബെസ്റ്റികളും ഓൻ കല്യാണത്തിന് വിളിച്ചു. ഇനി ബെന്റപ്പം ജീവിക്കേണ്ട ആലോചിച്ചിട്ട് പെണ്ണിപ്പൊ തന്നെ ഇരുന്ന് കരയാൻ തുടങ്ങിക്കും. നമ്മളെ വക ഇരിക്കട്ടെ ഓനിക്കൊരു ഗിഫ്റ്റ്. അവിടുത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഓലയും പേരിലാക്കിയിട്ട് നമ്മൾ നേരെ പോന്നു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ബാക്കി പിന്നെ.